കടലിലെ നിധി ഒഴുകുന്ന സ്വർണം കൊല്ലത്ത് കടലിൽ നിന്നും ലഭിച്ചു. തിമിംഗലഛർദി അഥവാ ആംബർഗ്രിസ് എന്ന് അറിയപ്പെടുന്നതാണ് കൊല്ലത്തെ വാടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചത്. പേം തിമിംഗലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ട് നിറത്തോടുകൂടിയ മെഴുകുപോലുള്ള വസ്തുവാണിത്. പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിനാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത്. തിമിംഗലം ഛർദ്ദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. രൂക്ഷമായ ഗന്ധവും അപ്പോൾ ഇതിനുണ്ടാകും. പിന്നീടാണ് ഈ വസ്തു ഖരരൂപത്തിലെത്തുന്നത്. ഇതിന് നേരെ സുഗന്ധവും ഉണ്ടാകും. വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന വസ്തുവാണിത്. തിമിംഗലങ്ങൾ ഇടയ്ക്ക് ഛർദ്ദിച്ചു കളയുന്ന ഈ വസ്തു ഇത് ഇടയ്ക്ക് ജലനിരപ്പിലൂടെ ഒഴുകി നടക്കും. സ്പേം തിമിംഗലങ്ങൾ സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടവ ആയതിനാൽ ഇന്ത്യയിൽ തിമിംഗല ഛർദ്ദി കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. പ്രാഥമിക പരിശോധനയിൽ തിമിംഗല ഛർദ്ദി എന്ന നിഗമനം വസ്തു വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. കൊല്ലം ജോനകപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് അജ്ഞാത വസ്തു ലഭിച്ചത് അത്യപൂർവ വസ്തുവായ തിമിംഗല ഛർദ്ദിയാണിതെന്ന് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 22-ന് വൈകിട്ട് 5:45 കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 29.5 കിലോമീറ്റർ അകലെ നിന്നാണ് ജോനകപുരം സ്വദേശി അശോക് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പ അമ്മ ബോട്ടിൽ പോയി തൊഴിലാളികൾക്ക് വസ്തു ലഭിച്ചത്. വലയിടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു അജ്ഞാത വസ്തു കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. കടലിൽ നിന്ന് ഞങ്ങൾ വലയിടാൻ പോകുന്ന സമയത്ത് കിട്ടിയതാണ്. വലയിടുന്ന മുമ്പ് ഞങ്ങൾ കണ്ടതാണ്. ഒരു 5:45-6 മണിയെ കയറി. ആ സമയം ഒരെണ്ണം കിട്ടി. അങ്ങനെ എടുത്ത് വെച്ചിട്ട് അടുത്ത് വെള്ളത്തെ ഇട്ടിട്ട് അടുത്ത വല ഇടാൻ പോയി. കുറച്ചപ്പുറം അവിടെ ഒരെണ്ണം കിടന്നു. അങ്ങനെ കുറച്ച് നേരം നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ അതെടുത്ത് വെച്ചിട്ട് വല വിട്ടിട്ട് കര വന്നു. തുടർന്ന് ഇത് കോരി എടുത്ത് ബോട്ടിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് തിമിംഗല ഛർദ്ദിയാണോ എന്ന സംശയം ബലപ്പെട്ടത്. ആദ്യത്തെ ഭാഗം ലഭിച്ചതിന് 1/2 കിലോമീറ്റർ മാറി രണ്ടാമത്തെ ഭാഗവും ഇവർക്ക് ലഭിച്ചു. അപൂർവ വസ്തുവാണെന്ന് മനസ്സിലാക്കിയ ഉടൻ തൊഴിലാളികൾ ഇക്കാര്യം പോലീസിനെയും ഫിഷറീസിനെയും വനം വകുപ്പിനെയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ പുലർച്ചെ 5:45 ബോട്ട് ജോനകപ്പുറം ഭാഗത്ത് അടുപ്പിച്ച ശേഷം വനം വകുപ്പ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ 22-ന് ഉച്ചയ്ക്ക് 2:30 ബോട്ട് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. കോടികളാണ് അന്താരാഷ്ട്ര വിപണിയിൽ തിമിംഗല ഛർദ്ദിക്ക് ലഭിക്കുന്നതെന്നാണ് വിവരം. പള്ളിത്തോട്ടം പോലീസും സ്ഥലത്തെത്തി. തൂക്കം 5 കിലോ 160 ഗ്രാം പ്രാഥമിക പരിശോധനയിൽ ലഭിച്ച വസ്തു തിമിംഗല ഛർദ്ദിയാണെന്ന് മനസ്സിലാക്കുന്നതെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് സാമ്പിൾ അയക്കുമെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ ഔദ്യോഗിക സ്ഥിരീകരണം നടത്താൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.